സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ വിഷുവാണ് നാളെ. കണിക്കൊന്നയും കണിവെള്ളരിയുമായി ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് കണിക്കാഴ്ചയുമായി എത്തുന്ന വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കേരളം. കനത്ത ചൂടും തെരഞ്ഞെടുപ്പും തിരക്കുകളുമൊക്കെ മലയാളിയുടെ വിഷു ആഘോഷങ്ങൾക്ക് അല്പം പോലും മാറ്റു കുറച്ചിട്ടില്ല. നല്ല നാളെയുടെ പ്രതീക്ഷ പുതുവർഷത്തിന്റെ പൊൻകണി പോലെ മുന്നിലെത്തുന്നു. നേരത്തെ പൂത്ത കണിക്കൊന്നകൾ നാടെങ്ങും പീതവർണ്ണം തീർക്കുന്നുമുണ്ട്. നാട്ടിലെ വിഷു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, വിപണി എങ്ങനെ, അതാണ് ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂർ, കോഴിക്കോട്ട് നിന്ന് സാനിയോ മനോമി, കൊച്ചിയിൽ നിന്ന് അലി അക്ബർ ഷാ, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് എന്നിവരാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങാം. സുനിഷ അയലൂർ, വെരി ഗുഡ് ഈവനിംഗ്. കണിയൊരുക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുമായുള്ള സാധനങ്ങൾ വാങ്ങാനുമൊക്കെ വൈകുന്നേരമാകുമ്പോഴായിരിക്കും ഈ ചൂടായതുകൊണ്ട് ആളുകൾ ഇറങ്ങിത്തുടങ്ങുക. എന്താണ് തിരുവനന്തപുരത്തെ അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ കാഴ്ചകൾ? സുജയ, വിഷുവിനെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അല്പസമയം മുമ്പ് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ആ തിരക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ്. ഇവരോട് ചോദിച്ചപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നല്ല തിരക്കാവുമെന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ ഈ മഞ്ഞപ്പൂക്കൾ, കണിക്കൊന്ന പൂക്കൾ ഇങ്ങനെ എല്ലായിടവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളത്തെ ഈ വിഷു കണി ഒരുക്കാൻ വേണ്ടി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വലിയ പ്രത്യേകത പറയാം, ഞാനൊരു കണ്ണൂർക്കാരി ആയതുകൊണ്ട് ഈ പ്രാദേശികവാദം പറയുകയല്ല, എനിക്ക് ഇവിടെ ഒന്നാമത് എല്ലാം ഒരു പുതുമയായി തോന്നുകയാണ്. കാരണം ഈ ഓണം എല്ലാവർക്കും ഒരുപോലുള്ള ആഘോഷമാണെങ്കിൽ വിഷുവിന് ചില സ്ഥലങ്ങൾ വെച്ച് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത്തരത്തിൽ കൈതച്ചക്കയൊന്നും പ്രത്യേകിച്ച് കണി വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രധാനമായിട്ട് ഒരുപക്ഷെ ഈ വിപണിയിൽ തന്നെ കാണാൻ കഴിയും, കണിക്കൊന്ന എല്ലായിടത്തും ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ കൈതച്ചക്ക പ്രധാനമായിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന അയിണിച്ചക്കയൊക്കെ ഇവിടെ പ്രധാനമായിട്ടുമുള്ള തിരുവനന്തപുരം കണി വെക്കാൻ ഒരുക്കുന്ന പ്രധാന വിഭവങ്ങളിലൊന്നാണ്. ആഞ്ഞിലിച്ചക്ക എന്നും പറയുമെന്നാണ് പറയുന്നത്. ആഞ്ഞിലിച്ചക്ക, അയിണിച്ചക്ക എന്നൊക്കെ ഇതിന്റെ പേരാണ്. അപ്പോൾ ഇതും കണിവെക്കാൻ പ്രധാനമാണ്. മറ്റൊരു കാര്യം പിന്നെ മാങ്ങ, ഒപ്പം തന്നെ ഈ കശുവണ്ടിയൊക്കെ ഇവിടെ പ്രധാനമായും കണിവെക്കുന്ന ഇനങ്ങളിൽ പെട്ടതാണ് എന്നതാണ്. പിന്നെ മാങ്ങ, അങ്ങനെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഈ ചാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാല മാർക്കറ്റിലാണ്. ഇവിടെ ചില ഇത്തരം ഈ കണിക്കൊന്ന, കൈതച്ചക്ക, അയണിച്ചക്ക, മാങ്ങ ഒക്കെയാണ്. മറ്റ് കണിവെള്ളരി, കണിമത്തനൊക്കെ തൊട്ട് അപ്പുറത്താണ് എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ വിപണി? വിപണി ഇപ്പം നന്നായി പോകുന്നുണ്ട്. ചെറിയ കച്ചവടം ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് ഇത്ര കച്ചവടം കുറവുണ്ട്. എന്നാലും തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്. ബിസിനസ് കുറവാണ്, എന്നാലും ഇപ്പം തട്ടിമുട്ടി മഴയായതുകൊണ്ട് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തുകാരനാണോ? ആണ്. എങ്ങനെയാണ് പ്രധാനമായിട്ട് ഈ കണിയിലൊക്കെ ഈ കണി ഒരുക്കാനൊക്കെ ഉള്ള ഈ വിഭവങ്ങളൊന്ന് പറഞ്ഞു? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം അയണിച്ചൊക്കെ ഉണ്ട്, കശുവണ്ടി ഇരുതുണ്ട്, കൊന്നപ്പൂവുണ്ട്. കൊന്നപ്പൂ ഇപ്പം കൊണ്ട് വന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോൾ വൈകുന്നേരം ആകത്തുമ്പോഴേ ഒരു കച്ചവടത്തിന് തുടക്കം ഉണ്ടാവുള്ളൂ. ഇപ്പം മഴയും കൂടെ ഈ വെയിലും കൂടെ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര കഷ്ടമാണ്. ഇനിയിപ്പം വൈകുന്നേരം ആവത്തേ ഉള്ളൂ കച്ചവടം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ്. ഇനിയിപ്പോൾ കൊന്നക്കൊക്കെ വില എങ്ങനെ? കൊന്നപ്പോൾ ഇപ്പം 50-100 വെച്ച് അങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ഇത് തുച്ഛമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പം എല്ലാം തുച്ഛമായ കഷ്ടത്തിനാണ് മൊത്തവും കേരളം. അതുകൊണ്ട് ആ തുച്ഛമായ വിലയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ആ ഒരു കൂടെ കഷ്ടത്തിന്. ഇപ്പോൾ ഇത് ഒരു സെറ്റ് ആക്കിയിട്ടാണോ കൊടുക്കുക? ഇല്ല, ഞങ്ങൾ സെറ്റ് ഉണ്ട്, ഒരു കിറ്റ് കണക്കാക്കി ഉണ്ട്. അല്ലാതെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇത് സെറ്റ് മൊത്തം ഉൾപ്പെടെ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇപ്പം കൈതച്ചക്കയ്ക്ക് സെപ്പറേറ്റ് ഉണ്ട്, അയണിച്ചക്കയ്ക്ക് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ വേറെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേറെ കിറ്റാറ് കണക്കാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. കൈതച്ചക്ക ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വെളിയിൽ നിന്ന് ഞങ്ങൾ ആ കാശ് കൊടുത്തിരുന്നു. അത് നമുക്ക് ഇവിടെ ഈ കച്ചവടത്തിൽ തുച്ഛമായ വിലയ്ക്ക് നമ്മളത് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ആ ഒരു കേരളത്തിൻ്റെ ഒരു ഇത് വെച്ചും ആ ഒരു വിഷുവായിട്ട് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിന് ആ രീതിയിൽ ഞങ്ങൾ സെപ്പറേറ്റ് ഇറക്കി കച്ചവടം. ഇവിടെ ഏതായാലും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. ഈ വിഭവങ്ങളൊക്കെ പലരും വാങ്ങാനും എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ കണിയൊരുക്കാനുള്ള സാധനങ്ങൾ, ഒപ്പം തന്നെ ഉച്ചയ്ക്ക് വിഷുസദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ, അതൊക്കെ വാങ്ങുക എന്നുള്ളത് തന്നെ ഓരോരുത്തരും ഈ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് വിഷുവൊക്കെ? വിഷുവിന് വാങ്ങിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. എങ്ങനെയായിരുന്നു വിഷുവാഘോഷമൊക്കെ? എങ്ങനെയാണ് തിരുവനന്തപുരത്തെ വിഷുവാഘോഷം? എങ്ങനെ? നമ്മൾ സാധാരണ എല്ലാവരും ആഘോഷിക്കുമ്പോൾ തന്നെ എല്ലാ പ്രത്യേകതയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വിഷു സദ്യ നമ്മൾ സദ്യ ഒന്നും ഒരുക്കില്ല. ഇല്ല, വിഷുവിന് അത്ര പ്രാധാന്യം ഇല്ലേ? ഇല്ല, നമ്മൾ രണ്ടുപേരേ ഉള്ളു, കൊച്ചു പിള്ളേരൊന്നും ഇല്ല.
ഏതായാലും വിഷു സദ്യ അങ്ങനെ പ്രധാനമായി വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ആഘോഷത്തിന് ഒട്ടും കുറവില്ല, ഇതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട് എന്നതാണ്. സുജയ, ഞാൻ ഈ കണിക്കൊന്നയുടെ കാര്യം പറഞ്ഞിരുന്നു. ഈ മഴയും വെയിലും ഒക്കെ ഒരുമിച്ചായതോടെ കണിക്കൊന്നയൊക്കെ വളരെ കുറവായിട്ടാണ് കിട്ടാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞിരുന്നു. പലരും ഈ ഇതളൊക്കെ ഉതിർന്ന് കിട്ടുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിനും ഒരു പരിഹാരമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കണിക്കൊന്നകളൊക്കെ വിപുലമായി കിട്ടുകയാണ്. നല്ല രീതിയിൽ ഈ പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കളൊക്കെ ചിലവായി പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കണി വെക്കുമ്പോൾ പ്രധാനമാണല്ലോ ഈ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ, അതിനും നല്ല ചിലവ് തന്നെയാണ്. ചേച്ചി, ഈ കൃഷ്ണ വിഗ്രഹങ്ങൾക്കൊക്കെ ആളെത്തുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്, നല്ല റേറ്റുമാണ് ഇതിനൊക്കെ. എല്ലാം ഫൈബർ ആയതുകൊണ്ട് മിക്ക ആൾക്കാരും വാങ്ങിക്കും. നമ്മൾ സാധാരണ മണ്ണിൻ്റേത് വാങ്ങിച്ചാണ് വെക്കുന്നത്. മണ്ണിൻ്റെ വാങ്ങിച്ച് വെച്ചിരുന്നാലും തട്ടി വീണ് പൊട്ടുന്നതുകൊണ്ട് മിക്ക ആൾക്കാരും ഇപ്പോൾ ഫൈബറിൻ്റെയാണ് പ്രിഫർ ചെയ്ത് വാങ്ങിക്കുന്നത്. ഓരോ വിഷുവിനും പുതിയ പുതിയ കൃഷ്ണനെ, ഓരോ വിഷുവിനും ചില ആൾക്കാർ അതിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറുന്നത് പോലെ തന്നെയാണ് ഇതിനനുസരിച്ച് ആൾക്കാർ മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാലാകാലമായിട്ട് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവർ മിക്കവാറും മെറ്റലിൻ്റെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ വരുന്നത് ഓരോ വർഷം കൂടുമ്പോൾ അവർ റീപോളിഷ് ചെയ്ത് യൂസ് ചെയ്യും. ഈ പുടവയൊക്കെ വിഷു സ്പെഷ്യലായിട്ട്, വിഷു സ്പെഷ്യലാണ് എല്ലാം. അതെ, അങ്ങനെ ഇത് നമ്മൾ കണിക്ക് വേണ്ടി നമ്മൾ സാധാരണ പുതിയ പട്ട് നമ്മൾ പറയൂല, പട്ട് എന്താ ഇത് കണി കാണാൻ വേണ്ടി വയ്ക്കും. അതിന് വേണ്ടിയാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും കൃഷ്ണൻ ഉടുക്കാൻ വേണ്ടി കോടി, അങ്ങനെയാണ് ഇത് മെയിനായിട്ട് പോകുന്നത്. ഇത് രണ്ടായിട്ട് ഇതിന് വേണ്ടിയായിട്ട് എടുത്തതാണ്. നിലവിലിപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ്. പണ്ട് കണ്ടിട്ടുണ്ടോ കണിയൊരുക്കുമ്പോൾ സുനിഷയുടെ വീട്ടിലൊക്കെ, മലബാറിലൊക്കെ അങ്ങനെ ആയിരുന്നോ? അതിന്റെ തിരക്കിലായിട്ട് നിൽക്കുകയാണ്. സുജ, പൊതുവെ മലബാറിൻ്റെ രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റം ഏതായാലും ഈ തെക്കൻ കേരളത്തിൽ ഉണ്ട് എന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കണ്ണൂരിൽ നിന്ന്, ഒരുപക്ഷെ വീട്ടിൽ നിന്ന് മാറി വിഷു ആഘോഷിക്കാനായി എത്തുന്നത്, ഈ തലസ്ഥാനത്തേക്ക് ഒന്നാമത്തെ തെക്കൻ കേരളത്തിലെ വിഷു കാണുന്നത്. ഇവിടെ ഈ തിരക്കിൽ ഈ പറഞ്ഞതിൽ എനിക്ക് ഒന്നാമത്തെ കൗതുകം ഈ കൈതച്ചക്ക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക, കണിവെള്ളരി, അതോടൊപ്പം തന്നെ മാങ്ങ, ഇതൊക്കെ പ്രധാനമാണ്. ഇതിവിടെയും പ്രധാനമാണ്. പക്ഷേ ഈ കൈതച്ചക്കയൊന്നും ഞാൻ പൊതുവെ കാണാത്തൊരു കാര്യമാണ്. കൈതച്ചക്ക, ഈ അയണിച്ചക്ക, ഈ കശുവണ്ടിയൊക്കെ പ്രധാനമായും ഈ ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വിഷുസദ്യ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടെയൊന്നും ആരും പറയുന്നില്ല. കാരണം ഞങ്ങളടുത്ത് വിഷുസദ്യ ഒപ്പം നോൺ വെജോട് കൂടിയുള്ള വിഷുസദ്യ എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് ഞങ്ങളുടെ വിഷുസദ്യ, പക്ഷെ പ്രധാനമായിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഏതായാലും നിലവിൽ കാണുന്നില്ല. പക്ഷെ ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല. എല്ലാവരും സുനിഷ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സുനിഷയ്ക്ക് മലബാറിലെ വിഷു മിസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ സുനിഷയ്ക്ക് ഇത്തവണ വീട്ടിൽ നിന്ന് മാറി തിരുവനന്തപുരത്തെ വിഷുവാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഗംഭീര കൈനീട്ടമൊക്കെ തരാൻ TV പ്രസാദും ടീമും ഒക്കെ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ചോദിച്ചു വാങ്ങിച്ചോളൂ നാളെ കൈനീട്ടമൊക്കെ. അപ്പോൾ മിസ്സാകുന്ന